ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഗിയർ വയർ വെച്ചിട്ടൊരു ഇൻവിഷ്വൽ മോഡൽ ബ്രേസ്ലെറ്റ് ചെയ്യാം. അതിന് ബ്ലാക്ക് ബീഡ്സ് എടുത്തിട്ടുണ്ട് 8mm, ഷുഗർ ബീഡ് സിൽവർ കളർ 3mm ബീഡ്സ് എടുത്തിട്ടുണ്ട്, സ്റ്റോൺ ബീഡ്സ് സിൽവർ കളർ 8mm, ജെം റിങ് കാണിക്കുന്നുണ്ട്, പക്ഷേ അത് ക്യാമറയുടെ സെറ്റിംഗ് ശരിയല്ലാത്തതുകൊണ്ട് കണ്ടില്ല. ഫിഷ് ഹുക്ക്, ഗിയർ വയർ സിൽവർ കളർ, പിന്നെ ടേപ്പും കത്രികയും കൂടി യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഗിയർ വയർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. 7.5 ഇഞ്ചിൻ്റെ അളവിലാണ് എടുത്തേക്കുന്നത്. വലിയൊരു കൈയുടെ അളവ് അങ്ങനെയാണ് എടുത്തേക്കുന്നത് കേട്ടോ. എനിക്ക് ഗിയർ വയർ കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സാധാരണ ഗിയർ വയർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നവർക്ക് അതെന്താ ബുദ്ധിമുട്ടെന്ന് തോന്നുമ്പോൾ നിസ്സാരമായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊരു ടാസ്ക്കാണ്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന ചേച്ചിയുടെ ഹെൽപ്പോട് കൂടിയാണ് ഞാനത് കട്ട് ചെയ്തെടുക്കുന്നത്. അതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു സൈഡിൽ ജെം റിങ് ഇട്ട് ഷുഗർ ബീഡ്സ് ഇട്ട് ലോക്ക് ചെയ്യണം. ഞാൻ പ്ലെയറൊക്കെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഗം വെച്ചിട്ട് B7000 ഗം വെച്ചിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. ഇങ്ങനത്തെ വർക്കൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ബീഡ്സ് കോർത്ത് തുടങ്ങാം. ആദ്യം ഷുഗർ ബീഡ്സ്, പിന്നെ 3mm സിൽവർ ബീഡ്, പിന്നെ ബ്ലാക്ക് ബീഡ്, പിന്നെ സ്റ്റോൺ ബീഡും 8mm തന്നെയാണ്, പിന്നെ ബ്ലാക്ക് ബീഡ്, പിന്നെ 3mm സിൽവർ ബീഡ്, പിന്നെ ഷുഗർ ബീഡ്. ആ ഒരു രീതിയിലാണ് ഫസ്റ്റ് സെക്ഷൻ ഞാൻ അറേഞ്ച് ചെയ്തത്. അത് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. നമുക്ക് രണ്ടാമത്തെ സെക്ഷൻ കോർക്കാം. അതിലും ആദ്യം ഷുഗർ ബീഡാണ് ഇടുന്നത്, പിന്നെ സിൽവർ ബീഡ്, പിന്നെ സ്റ്റോൺ ബീഡാണ് ഇടുന്നത്, പിന്നെ ബ്ലാക്ക് ബീഡ് ഇട്ടിട്ട് പിന്നെ സ്റ്റോൺ ബീഡ്, പിന്നെ സിൽവർ ബീഡ് ഇട്ടിട്ട് പിന്നെ ഷുഗർ ബീഡ്. അങ്ങനെയാണ് അത് സെക്കൻഡ് സെക്ഷൻ ചെയ്യുന്നത്. നമ്മൾ ആദ്യം 2 ബ്ലാക്ക് ബീഡാണ് കോർത്തത്, ഇതിൽ 2 സ്റ്റോൺ ബീഡാണ് കോർത്തത്. അതാണ് വ്യത്യാസം. ഇനി നമുക്ക് മൂന്നാമത്തെ സെക്ഷനിലേക്കുള്ള ബീഡ്സ് കോർക്കാം. അപ്പോൾ അതും ആദ്യത്തെ അതേ ഫോർമാറ്റാണ്. ഷുഗർ ബീഡ്സ് കോർക്കുന്നു, പിന്നെ 3mm സിൽവർ ബീഡ്സ് കോർക്കുന്നു, പിന്നെ ബ്ലാക്ക് ബീഡ് കോർക്കുന്നു, 8mm ബ്ലാക്ക് ബീഡ്, 8mm സ്റ്റോൺ ബീഡ്, പിന്നെ 8mm ബ്ലാക്ക് ബീഡ്, പിന്നെ 3mm സിൽവർ ബീഡ്, പിന്നെ ഷുഗർ ബീഡ്. അങ്ങനെയാണ് അത് കോർത്തെടുക്കുന്നത്. അത് കോർത്തെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കി. അപ്പോൾ ബീഡ്സിൻ്റെ ഇടയിൽ അധികം ഗ്യാപ്പ് ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ അറേഞ്ച് ചെയ്തപ്പോൾ ലാസ്റ്റ് കുറച്ച് അധികം സ്പേസ് ബാക്കിയുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടി ഒന്ന് മാറ്റി കോർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയൊരു മാറ്റം വരുന്നത്, ആദ്യം ബ്ലാക്ക് ബീഡ് മാത്രം കോർക്കാം. ഒരു ഷുഗർ ബീഡ് ഇട്ടിട്ട് ഒരു സിൽവർ ബീഡ് കോർത്തിട്ട് ഒരു ബ്ലാക്ക് ബീഡ് കോർത്തിട്ട് ഷുഗർ ബീഡും പിന്നെ സിൽവർ ബീഡും ഷുഗർ ബീഡും കോർക്കാം. ലാസ്റ്റും അതുപോലെ തന്നെ സെയിം ചെയ്യാം. ബാക്കി ഇടയിലുള്ളതെല്ലാം ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ട് രണ്ടാമത് ഒന്നുകൂടി കോർക്കാം. നമ്മൾ ഫുള്ള് ബീഡ്സ് കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സൈഡിൽ ഫിഷ് ഹുക്ക് ഇട്ടിട്ട് ഷുഗർ ബീഡ്സ് വെച്ച് ഗ്ലൂ വെച്ചിട്ടാണ് അത് ലോക്ക് ചെയ്യണേ. ആ ലോക്ക് ചെയ്യാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബീഡ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് അത് ഗ്ലൂ വെച്ചിട്ട് ഫിക്സ് ചെയ്യുള്ളൂ. നമുക്ക് ആദ്യം തന്നെ ബീഡ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് നോക്കാം. അറേഞ്ച് ചെയ്ത് നോക്കി അതിൻ്റെ ഗ്യാപ്പ് എല്ലാം കറക്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്കത് ഗ്ലൂ വെച്ചിട്ട് ഒരു
തീർത്ത ശ്രമത്തിനൊടുവിൽ നമ്മുടെ ബ്രേസ്ലെറ്റ് ഇവിടെ ഫിനിഷ് ആവാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഷോർട്സൊക്കെ എടുത്തിട്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ മേക്കിംഗ് വീഡിയോ ആദ്യമായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുപാട് കുറവുകൾ ഈ വീഡിയോയ്ക്ക് ഉണ്ടെന്ന് അറിയാം. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം അതൊക്കെ കുറച്ചുകൂടി ബെറ്ററായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. എല്ലാവരും ബ്രേസ്ലെറ്റിനെ കുറിച്ചും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുന്ന പ്രോത്സാഹിപ്പിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ബൈ. ലാസ്റ്റ് ഞാനൊരു ചാമം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫൈനൽ ലുക്ക് ആയിട്ടൊരു ഫോട്ടോയും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. എല്ലാവരുടെയും പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ.